വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മൊബൈൽ വെളിച്ചത്തിൽ സ്റ്റിച്ചിട്ട സംഭവത്തിൽ ആർഎംഒയുടെ വിശദീകരണം വന്നിരിക്കുന്നു. ജനറേറ്ററുമായുള്ള സ്വിച്ച് ഓൺ ബട്ടൺ ഉണ്ടായ തകരാറാണ് ഇങ്ങനെ ചെയ്യാൻ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഡീസൽ ഇല്ലെന്ന് ജീവനക്കാരൻ പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണെന്ന് ഞാൻ അന്വേഷിക്കും. ആർഎംഒയുടെ പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, പുതിയതായി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി പറയൂ, എന്താണ് ആദ്യം സംഭവിച്ചത്? ഹലോ 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 പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ വൈക്കം താലൂക്ക് ആശുപത്രിയിലെ ഒരു കുട്ടിക്ക് ഈ മൊബൈൽ വെളിച്ചത്തിൽ, അതായത് വൈദ്യുതി ഇല്ലാത്ത കാരണം, ജനറേറ്ററിൽ അടിക്കാൻ ഡീസൽ ഇല്ലാത്ത കാരണം സ്റ്റിച്ച് ഇട്ടു എന്നാണ് വന്നിരിക്കുന്ന പരാതി. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആർഎംഒയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. പറയൂ ടോബി. SKN ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ടാണ് DMOയ്ക്ക് ആർഎംഒ കൈമാറിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ സ്വിച്ച് ഓവർ ബട്ടൺ, അതായത് ജനറേറ്ററുമായിട്ടുള്ള സ്വിച്ച് ഓവർ ബട്ടണിലുണ്ടായ തകരാറാണ് ഈ പ്രശ്നത്തിന് കാരണം. അതുപോലെ തന്നെ ഈ ആശുപത്രിയിലേക്ക് പുതിയ വൈദ്യുതി ലൈൻ വലിക്കുന്നതിന് വേണ്ടി പോസ്റ്റ് സ്ഥാപിച്ച് അങ്ങനെ ഒരു ലൈൻ മാറുന്നതിന് വേണ്ടിയുള്ള, പോസ്റ്റ് മാറുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വൈദ്യുതി നേരത്തെ തന്നെ തടസ്സപ്പെടുമെന്നുള്ള അറിയിപ്പ് അവിടെ അനൗൺസ്മെൻറ്റ് നൽകിയിരുന്നു. അതിനിടയിലാണ് ഈ സ്വിച്ച് ഓവർ ബട്ടൺ കൂടി കംപ്ലൈൻ്റ് ആയത്. അങ്ങനെയാണ് ഈ ഒരു സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു പ്രാഥമിക റിപ്പോർട്ടിലെ വിശദീകരണം. എന്തായാലും അത് താൽക്കാലികമായി മാത്രമുണ്ടായ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയ്ക്കുള്ളിൽ, അതായത് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വീഡിയോ ദൃശ്യമുണ്ടായിരുന്നു. ഇരുട്ടത്ത് മൊബൈൽ വെളിച്ചത്തിൽ ഒരു കുട്ടിയുടെ, 11 വയസ്സുള്ള കുട്ടിയുടെ തലയിലെ സ്റ്റിച്ചിടുന്ന ആ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിൽ ചില കാര്യങ്ങൾ അവിടുത്തെ ജീവനക്കാർ പറയുന്നുണ്ട്. അതായത് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ലേ എന്ന് ഈ കുട്ടിയുടെ മാതാവ് ചോദിക്കുമ്പോൾ അതിന് ഡീസൽ ഇല്ല എന്നുള്ളൊരു കാര്യം അവിടുത്തെ ജീവനക്കാരൻ പറയുന്നുണ്ട്. അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു നിലപാട് ആ ജീവനക്കാരൻ പറഞ്ഞത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം, അത്തരത്തിലുള്ള പ്രതിസന്ധികളൊന്നും അവിടെ ഇല്ല എന്നാണ് DMOയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. എന്തായാലും പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ ഈ സ്വിച്ച് ഓവർ ബട്ടണിലുണ്ടായ തകരാറാണ് അവിടുത്തെ വൈദ്യുതി തടസ്സപ്പെടുന്നതിന് കാരണമായതെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ DMO നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. SK. താങ്ക് യു ടോബി ജോൺസൺ.